അറബി 28 അക്ഷരങ്ങളുണ്ട്. അത് മൊത്തം അറിയാവുന്നൊരു കൈ നോക്കോ, പറയാൻ അറിയാവുന്നൊരു. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നിങ്ങൾക്ക് ഇനി അറിഞ്ഞുകൂടാന്ന് പറയരുത്, ഇനി അറിഞ്ഞുകൂടാന്ന് പറയരുത്. ഒരു കുട്ടി ഇനി അറബി അക്ഷരം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അതിന് വെക്ക പോലെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുക. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. നമ്മൾ തുടങ്ങാൻ പോ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ എന്ത് കാര്യത്തിന് എന്ത് വേണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അറബി അക്ഷരങ്ങളിൽ നമ്മൾ തുടങ്ങുക. അറബിയുടെ പവർ എന്താണെന്നറിയോ? ഭയങ്കര പവറുള്ള അക്ഷരമാണ്. ഏത് അക്ഷരത്തിൽ കേൾക്കാം? അറബിക്ക് കേട്ടോ. അപ്പൊ നോക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ അക്ഷരം നമ്മൾ അലിഫ്, ബാ, താ, 3 അക്ഷരം പഠിക്കുക. അലിഫ്, ബാ, താ അല്ലേ? ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു അക്ഷരം ഞാൻ ഇവിടെ മാറ്റി എഴുതുക. 3 പുള്ളിയുണ്ട്. എത്ര പുള്ളിയുണ്ട്? 3 പുള്ളി. ഇതൊരു പുള്ളി, ഈ 2 പുള്ളി, 3 പുള്ളി. ആകെ നമുക്ക് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് ഇതാ ഇങ്ങനൊരു വരയാണ്. ഈ വരയ്ക്കകത്ത് ഇനി പുള്ളി കൊടുക്കുമ്പോഴാണ് അക്ഷരമായി മാറുന്നത്. ഇതിപ്പോ എന്ത് മാത്രമാണ്? ഒരു വര മാത്രമാണ്. ഒരു വര മാത്രമാണ്. പക്ഷെ ഒരു പുള്ളി താഴെ ഇട്ടപ്പോ ബ ആയി, 2 പുള്ളി മേളിട്ടപ്പോ എന്തായി? ത ആയി അല്ലേ? ഇനി 3 പുള്ളി ഇട്ടപ്പോഴോ നാവിന്റെ തല വന്ന് മുമ്പല്ലേ തട്ടണം. എവിടെ തട്ടണം? നാവിന്റെ തല വന്ന് തട്ടണം അല്ലേ? അപ്പൊ ഇനി അടുത്തത് ജീമ്. ഏതൊക്കെയാ? അലിഫ്, ബാ, എന്തൊക്കെയാ? അലിഫ്. മനസ്സിലായില്ല? ഇത് നമുക്കൊരു പാട്ടാക്കാം. അലിഫുൻ വബാഉൻ. ഇങ്ങനെ താഉ സാഉ ജീമുൻ. അപ്പൊ ഇവിടെ ഈ അലിഫിനായി എഴുതാൻ പോതാ. ആ ലി ഫ്. അലിഫ് എന്താണ്? ഇതിനകത്തൊരു അക്ഷരം വന്ന് ഏതാ? ഫ. ഈ അക്ഷരം എന്താ എഴുതാ? ഫ. 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 ഈ അക്ഷരം പറയുന്നത് എങ്ങനെയാ? ഫ. അലിഫ്, ബാ, താ, സ, ജീം. ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? അലിഫ്, അലിഫ്, ബാ, താ, സ, ജീം. ഒന്ന് പറഞ്ഞേ. അലിഫ്. ഇനി നമ്മൾ എങ്ങനെ പാടും? അലിഫുൻ വബാഉൻ താഉ സാഉ ജീമുൻ. അലിഫ്, അലിഫുൻ വബാഉൻ താഉ സാഉ ജീമുൻ. അപ്പൊ എത്ര അക്ഷരങ്ങളായി? 5. ഇനി നോക്ക്. ഈ അക്ഷരം എവിടുന്ന് വരണം? തൊണ്ടയുടെ നടുക്കുന്ന്. എവിടുന്നാ വരുന്നത്? ഇത് എവിടുന്ന് വരണം? തൊണ്ടയുടെ മുകളിലേക്ക്. എവിടുന്നാണ്? തൊണ്ടയുടെ. നോക്ക്, ഇങ്ങോട്ട് നോക്കിക്കോ, ഇങ്ങോട്ട് നോക്ക്. ഇത് തൊണ്ടയാ. ഇതെന്താണ്? തൊണ്ട. തൊണ്ടയുടെ താഴേറ്റത്തുനിന്ന് ഹംസ് വരും, ഹ വരും. നടുക്കുന്ന് ഐന് വരും, ഹ വരും. മുകളിലെ അറ്റത്തുനിന്ന് ഒയിന് വരും, ഹ വരും. മുകളെ അറ്റത്തുനിന്ന് എന്ത് വരും? ഒയിന് വരും, ഹ വരും അല്ലേ? അപ്പൊ ഒയിന്, ഹ, ഐന്, ഹ, ഹംസ്. അപ്പൊ ഈ അക്ഷരം ഇത് എവിടുന്നാ വരുന്നത്? മാഷാ അല്ലാഹ്, മുടിക്കാം മോള്. തൊണ്ടയുടെ നടുക്കുന്നാ പറയും. എവിടാ വരുന്നത്? തൊണ്ടയുടെ നടുക്കുന്നാണ് ഹ വരുന്നത്. എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചാൽ അറബി അക്ഷരങ്ങൾ അറിയാന്ന് വെച്ചാൽ ഞാൻ അപ്പോഴേ ഒരു പാട്ടങ്ങ് പാടും. പാട്ട് പാടുമ്പോ എന്റെ കയ്യിൽ വന്നോണ്ടിരിക്കും.
മനസ്സിലാ പറഞ്ഞേ? നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് പറ. പഠിക്കണം. അങ്ങനെ എങ്ങനെ പഠിക്കണം? നമ്മളെ പാട്ട് വേർഡ് തന്നെ പഠിക്കണം. അപ്പൊ നമ്മൾ ഓർമ്മ വരും. ഉദാഹരണം പറഞ്ഞാൽ അലിഫുൻ വബാഉൻ താഉ ഫാഉ ജീമുൻ ഹാഉ വഖാഉൻ ദാലു ദാലുൻ റാ. എന്താണ്? ഹാഉ വഖാഉൻ ദാലു ദാലുൻ റാ. ഇനി വേറെ രീതി പറയും. ഈ അക്ഷരങ്ങളാണ് അക്ഷരജാത വരുന്നുണ്ട് എന്ന് പറയേ. വരി വരിയായി വരുന്നുണ്ട്. അലിഫും ബാഉൻ താ ഉണ്ട്. ഫാഉൻ ജീമും ഹാ ഉണ്ട്. ഖാഉൻ ദാലുൻ റാ ലാലുണ്ട്. റാഉം സായും സീനുണ്ട്. സായ് ഈ അക്ഷരത്തിലല്ല സായ് സായ്. ആ ഇതെന്താണ്? സീൻ. ഇത് ഷീൻ. ഇത് സ്വാദ് സ്വാദ്. ഐന് 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 ഫാ ഖാഫ് കാഫ് ലാം മീം നൂന് വാവ് ഹാ ലാം അലിഫ് യാ.